ഹേ എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻറ്റർ എഫ് എക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിനുവേണ്ടി നമുക്ക് ഇന്നെങ്ങനെയായിരുന്നു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ കാണിച്ചിരുന്നത് നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്തതെന്ന്. സോ ഞാനെപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് ഒന്നുകിൽ സെൽ ഓൺ ദ റൈസ് അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഡൗൺ സെൽ. ബ്രേക്ക് ഡൗൺ സെല്ലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, മാർക്കറ്റ് ഒന്ന് ഫസ്റ്റ് ക്യാൻഡിലാണ് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് ഡൗണിനോ അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ടിനോ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ, അതായത് മാർക്കറ്റ് നേരെ ഒരു ഇംപ്രസീവ് മൂവ്മെൻറ്റ് നടത്താതെ മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ടാവും എന്ന് ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ സെക്കൻഡ് എൻട്രി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വീഴുമെന്നായിരുന്നു. ബട്ട് മാർക്കറ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് വീണില്ല. മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് കാണിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്തത്. ഓക്കെ, സോ മാർക്കറ്റ് അപ്പം ഈ മാർക്കറ്റിന് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് ഈ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നത് എവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ളൂ. മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റിൻ്റെ ഒരു വലിയ മൂവ്മെൻ്റ് ആണ് അല്ലേ. ഏകദേശം ഈ ഒരു 30-ാം തീയതി ആഫ്റ്റർനൂൺ 24,229 നിന്ന് മാർക്കറ്റ് ഏകദേശം 24,400 വരെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 250 പോയിൻറ്റ്സ് മുന്നേ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ലോ നമ്മളെടുത്തിട്ട് നമ്മളൊന്ന് ബാക്കോട്ട് വരികയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് പെർഫെക്റ്റ് എവിടെ നിന്നാണ്, ആ ഒരു മൂവ്മെൻറ്റിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഒരു വി ഷേപ്പ് റിക്കവറി ആയിരുന്നു മാർക്കറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇറ്റ്സ് ഫൈൻ. അതുകൊണ്ട് തന്നെ നാളത്തെ നമുക്ക് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഹയർ ഫ്രെയിംസ് നമുക്ക് മാർക്ക് ചെയ്ത് വിടാം. ഇൻട്രാഡേ ആയതുകൊണ്ട് ഞാൻ 4 അവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻട്രാഡേ ആണല്ലോ, നാളെ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമുക്ക് 4 അവറിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നത്തെ ഈ ലോ ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ലോണം ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ലോ ആയിട്ട് മാച്ചാണ് കേട്ടോ. ഈ ലോയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. സെയിം ഈ ലോയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും വന്ന് സപ്പോർട്ട് എടുത്തത്. സോ ഈ ലോ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോയും ഞാൻ തൊട്ടും താഴെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ വരെ വന്നിട്ട് വീണ്ടും റിവേഴ്സൽ പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വലിയ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ ലോയിൽ നിന്നാണ്. അപ്പം ഈ 3 ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 അവേഴ്സിൻ്റെ ഓക്കെ, 4 അവേഴ്സിൻ്റെ 3 ലിക്വിഡിറ്റി പൂൾസാണ്. 3 ലിക്വിഡിറ്റി ഏരിയയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 4 അവേഴ്സിൻ്റെ ഇന്നത്തെ ഡേ ഹൈയും ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ 4 അവേഴ്സിൻ്റെ ഡേ ലോസും ഡേ ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ പിന്നെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയ ആണ് കോമൺ ആയിട്ട്. കാരണം ഇതിൻ്റെ ഹൈയും ഈ വിക്കും വരുന്നുണ്ട്. ഞാൻ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 4 അവറിൽ നമ്മുടെ മേജറായിട്ടുള്ള ലോസ് 3 ലിക്വിഡിറ്റി ലോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് എവിടെയുള്ളത്, മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഏരിയയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, അത് ലാസ്റ്റത്തെ ആ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. നമുക്ക് ലാസ്റ്റ് 50 മിനിറ്റ്സ് പോയി അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഞാൻ മാർക്കറ്റിൻ്റെ ക്ലോസിക്കും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ 4 അവറിൽ ഇത്രയും കാര്യം നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നേരെ 1 അവറിലോട്ട് പോകാം. 1 അവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ടീസർ ബോട്ടം എടുത്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തത്. സെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടീസർ ബോട്ടം എന്താണ്. ടീസർ ബോട്ടം എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ലോയും മാർക്കറ്റിൻ്റെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേ ലോ, അത് തന്നെയാണ് നമ്മുടെ ടീസർ ബോട്ടം ലോയും. അപ്പോൾ നമുക്ക് 1 അവറിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. 1 അവറിൽ നമുക്ക് മേജറായിട്ട് ഇവിടെ എന്തെങ്കിലും POS അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് എന്നൊന്ന് നോക്കാം. ഇപ്പം പ്രസൻ്റ്ലി ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ബട്ട് വെയിറ്റ് ചെയ്യാം. കാരണം ഈ ക്യാൻഡിൽ നമ്മൾ ആ ഓപ്ഷൻ സെക്ഷൻ്റെ ക്യാൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് റിഫൈൻ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി പുറകോട്ട് പോയിട്ട് 50 മിനിറ്റ്സിൽ എടുക്കാം. 50 മിനിറ്റ്സിൽ ഓർഡർ ബ്ലോക്കും മാർക്ക് ചെയ്യാം, നമ്മുടെ ഫെയർ വാല്യൂക്കും മാർക്ക് ചെയ്യാം. അപ്പം ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ നിന്നാണ് ഈ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലാണ്. അതിന് തൊട്ട് മുകളിൽ എന്തുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, ഇതൊരു FEG ഉണ്ട്. FEG മാർക്ക് ചെയ്യുന്നില്ല, ഓർഡർ ബ്ലോക്കേ മാർക്ക് ചെയ്യുന്നുള്ളൂ. FEG നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഒരു OB ആണ്. ഓക്കെ, സോ മാർക്കറ്റിന് ഇവിടെ നിന്നാണ് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു വലിയ ഒരു ഇത് ഡൗൺ മൂവ്മെൻറ്റ് വന്നിട്ടുള്ള മാർക്കറ്റിൻ്റെ ഇത് നമ്മുടെ ഒരു OB ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കാണ് അപ്പ് സൈഡിലെ. സോ മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ OB ഞാൻ മുകളിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക്. ഓക്കെ,
ബി അല്ലെങ്കിൽ ഇതൊരു നമ്മുടെ ലിക്വിഡിറ്റി സോണാണ്. ഇവിടുന്ന് മാർക്കറ്റ് സെല്ല് ചെയ്ത് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ബൈ സൈഡ് ലിക്വിഡിറ്റി മുകളിലുണ്ടാവും. ഓക്കെ, സോ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കും താഴത്തെ. സോ മാർക്കറ്റ് ഇത് പ്രോപ്പർ ഓർഡർ ബ്ലോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ബട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നാലും ആ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട്. ഓർഡർ ബ്ലോക്ക് തന്നെയാണ്, കാരണം 1 2 3 ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ബട്ട് ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഓർഡർ ബ്ലോക്ക് സ്റ്റിൽ വാലിഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഓർഡർ ബ്ലോക്ക് അവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പം സ്റ്റിൽ നാളത്തെ നമ്മുടെ പ്ലാൻ എന്താണ്? നാളത്തെ നമ്മുടെ പ്ലാൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണിട്ട് തിരിച്ചിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് നേരെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം ഈ ടാർഗറ്റിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ ടാർഗറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യാം. അതല്ല മാർക്കറ്റ് ഇവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഈ ലോ 3 ലോയ്ക്ക് വേണ്ടി നമുക്ക് ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുന്നത് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഈ ഹൈ ആൻഡ് ഈ ഹൈ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാം. ഓക്കെ, മനസ്സിലാക്കി വിചാരിക്കുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത പോലെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഏകദേശം 9:45 വരെ മാർക്കറ്റിലൂടെ കൺസോൾട്ടേഷൻ ചെയ്തു കേട്ടോ. 9:45 വരെ മാർക്കറ്റിലൂടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. സെയിം പ്രൊസീജിയർ മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട്, ബ്രേക്ക് ഔട്ട് തരണമെങ്കിൽ മുകളിലോട്ട്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് ബൈ ഓൺ തരും, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ്. ഓക്കെ, ഈ റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് സ്റ്റിൽ ഇവിടെ ഉള്ളത്. നമുക്ക് വേറെ പ്രത്യേകിച്ചോടൊന്നും ചെയ്യാനില്ല. ഈ ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗണും ട്രേഡ് മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ ഒരു FVG ഉണ്ട്. സോ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ അപ്പോൾ എൻട്രി എവിടെയാണ്? നിങ്ങൾ 50 മിനിറ്റ്സിലല്ല 5 മിനിറ്റ്സിലോട്ട് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ എൻട്രി പോയിന്റ് വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കണം. 50 മിനിറ്റ്സിൽ നമ്മുടെ അനാലിസിസ് ടൈം ഫ്രെയിമാണ്. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസ് ടൈം ഫ്രെയിമാണ് 50 മിനിറ്റ്സ്, എൻട്രി 5 മിനിറ്റ്സിലാണ്. ഓക്കെ, സോ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.